എനിക്ക് മാത്രം എന്തുകൊണ്ടൊരു കുഞ്ഞിനെ നീ തന്നില്ല? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഈ പാഞ്ചാല ദേശത്തിന്റെ റാണിയാണ് എന്ന് അറിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഈ രാജ്യത്തിന്റെ രാജാവായ എന്റെ ഭർത്താവിനെ എല്ലാവരും അപമാനിക്കുവാണ്. ഈ പാഞ്ചാല ദേശത്തിന് ഒരു അവകാശിയെ കൊടുക്കാനാവാതെ ഇങ്ങനെ ദിവസം മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ ഈ സന്നിധിയിൽ സ്വയം ജീവൻ ഒടുക്കുന്നതാണ്. ഇതും പറഞ്ഞുകൊണ്ട് പാഞ്ചാല ദേശത്തിന്റെ റാണി പത്മാവതി കൊള്ളിമലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലെ ത്രിശൂലത്തിന്റെ നേർക്ക് പാഞ്ഞു. പെട്ടെന്ന് ഇടിമിന്നലോടെ പ്രകൃതി മാഞ്ഞു. എവിടെ നിന്നോ ഒരു കൈ വന്ന് അവളെ തടഞ്ഞു. ആ രൂപം കണ്ട് മഹാറാണി ഞെട്ടിപ്പോയി. 20 കൈകളിലും ആയുധവുമായി അവളുടെ കുലദൈവമായ ഭദ്രകാളി തന്നെ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പത്മാവതി, നീ എന്താ ചെയ്യാൻ പോകുന്നത്? മരണം ഒന്നിനും അവസാനമല്ല പത്മാവതി. ഭദ്രകാളി പറഞ്ഞത് കേട്ട് കണ്ണീരോടെ അവൾ എഴുന്നേറ്റു. അമ്മേ, എനിക്ക് മാപ്പ് തരും. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും എനിക്കൊരു കുഞ്ഞില്ല. എല്ലാവരും എന്നെ മലടി എന്ന് വിളിക്കുകയാണ്. എന്റെ ഭർത്താവ് ഒരാണല്ല എന്ന് പറയുകയാണ്. ഇതും കേട്ട് ഈ ജീവനം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു ദിവസം പോലും ഇല്ലാതെ എന്നും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും അമ്മ എന്നോട് ഒരു കരുണയും കാണിച്ചില്ലല്ലോ. ഒന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെത്താം, അല്ലെങ്കിൽ എന്നെ കൊന്നുകള. പത്മാവതി പറഞ്ഞത് കേട്ട കാളി പുഞ്ചിരിച്ചു. നിനക്ക് കുഞ്ഞിനെ തരുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിന്റെ ജാതകം അനുസരിച്ച് കുഞ്ഞ് ജനിച്ച അടുത്ത നിമിഷം നിന്റെ ഭർത്താവ് മരണപ്പെടും. കുഴപ്പമില്ലേ? അത് കേട്ട് പത്മാവതി ആകെ തകർന്നു പോയി. എന്തൊരു വിധിയാണ് ഇതമ്മ. എനിക്ക് കുഞ്ഞ് ജനിക്കില്ല എന്ന് അറിഞ്ഞിട്ടും എന്റെ അടുത്ത് കരുണയും സ്നേഹവും പ്രേമവും കാണിക്കുന്ന എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ കുരുതി കൊടുക്കും? കുഞ്ഞിന് വേണ്ടി എന്റെ ജീവൻ തരാം, പക്ഷെ എന്റെ ഭർത്താവിന്റെ ജീവൻ തരാനാവില്ല. ഇതിന് മറ്റു വഴികളില്ലേ അമ്മ? പത്മാവതിയുടെ കണ്ണുനീർ കണ്ട കാളി പറഞ്ഞു. മറ്റൊരു വഴിയുണ്ട്, പക്ഷേ കുലദൈവം ഭദ്രകാളി ആലോചിക്കുന്നത് കണ്ട് പത്മാവതി പറഞ്ഞു. അതെന്തായാലും ഞാൻ തയ്യാറാണ്. എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ തരാം അമ്മ. ഭദ്രകാളി അതിന് മറുപടി കൊടുത്തു. 10 മാസത്തിനുള്ളിൽ നിനക്കൊരു ആൺകുട്ടി ജനിക്കും. എന്നാ ആ കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പ് തന്നെ നീ ഈ നാട് വിട്ടു പോകണം. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചു വീഴും. അതോടെ ഈ നാട് മുഴുവനും നാശമാകും. അത് കേട്ടതും തലയിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. ഇത്രയും വർഷവും ഒരു കുഞ്ഞിനായി അലഞ്ഞ അവൾക്ക് താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലുമില്ലല്ലോ. വേദനയോടെ നിന്ന് അവളെ കണ്ട ഭദ്രകാളി തുടർന്നു. നിനക്ക് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ കുങ്കുമം എടുക്കുക, അല്ലെങ്കിൽ ഈ ഭസ്മം എടുക്കുക. ഇതും പറഞ്ഞുകൊണ്ട് ഭദ്രകാളി ഒരു കയ്യിൽ കുങ്കുമവും ഒരു കയ്യിൽ ഭസ്മവും അവളുടെ നേർക്ക് നീട്ടി. തന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് പത്മാവതി കുങ്കുമം എടുത്തു. ഭദ്രകാളി തുടർന്നു. ഈ രഹസ്യം എനിക്കും നിനക്കും അല്ലാതെ മറ്റൊരാൾക്ക് കൂടി അറിയാം. ഇത് നീ ഒരാളോടും പറയരുത്. അങ്ങനെ നീ പറഞ്ഞാ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ മരിച്ചു വീഴും. പറയാതിരുന്നാ ഈ ലോകം തന്നെ ഭരിക്കുന്ന മഹാവീരനായി അവൻ മാറും. ഈ മോതിരം അവനുള്ളതാണ്. 10ാമത്തെ വയസ്സിൽ ഇത് അവന് കിട്ടുന്നത് പോലെ നീ വേണ്ടത് ചെയ്യ. നിനക്ക് ഒരവസരം കൂടി തരാം. അവന്റെ ജീവിതത്തിൽ അവൻ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു നിമിഷത്തിൽ അവനെ സഹായിക്കാൻ നിനക്കൊരു അവസരം കിട്ടും. കാലം നിന്നെ നിന്റെ മകന്റെ അടുത്തെത്തിക്കും. ഇതും പറഞ്ഞ് ഭദ്രകാളി മടങ്ങിയതും ഛർദിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് പത്മാവതി അവിടെ വീണു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ പാഞ്ചാല ദേശത്തിന്റെ അരമനയിലായിരുന്നു. മൊത്തം പാഞ്ചാല ദേശവും മഹാറാണി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന്റെ ആഘോഷത്തിലായിരുന്നു. രാജാവ് അരുണേന്ദ്രൻ വളരെ സന്തോഷത്തിലായിരുന്നു. കൃത്യം 10 മാസത്തിൽ പത്മാവതിക്ക് ആൺകുട്ടി ജനിച്ചു. പാഞ്ചാല ദേശം മുഴുവൻ ആഘോഷത്തിൽ ആറാടുമ്പോൾ ഭദ്രകാളി പറഞ്ഞതുപോലെ മറ്റാരോടും പറയാതെ പത്മാവതി അപ്രത്യക്ഷയായി. കുഞ്ഞ് ജനിച്ചതറിഞ്ഞ് സന്തോഷത്തിലായിരുന്ന അരുണേന്ദ്രൻ മഹാറാണിയെ കാണാതായതറിഞ്ഞ് തകർന്നു പോയി. 4 പാടും അന്വേഷിച്ചിട്ടും റാണിയെ കണ്ടെത്താതായതോടെ റാണി മരിച്ചു എന്ന് കരുതി ക്ഷേത്രം പോലെ ഒരു കല്ലറ രാജാവ് പണിതു. രാജാവ് തന്റെ മകന് അമരേന്ദ്രൻ എന്ന് പേരിട്ടു. 20 വർഷങ്ങൾ കടന്നുപോയി. അമരേന്ദ്രൻ ഒരു മഹാവീരനായി വളർന്നു. പാഞ്ചാല ദേശത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമായ മഹാചക്ര പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. മഹാചക്ര പരീക്ഷ എന്ന് പറയുന്നത് 1000 കിലോ തൂക്കമുള്ള ഇരുമ്പിൽ തീർത്ത തൂണ് ഒറ്റയ്ക്ക് എടുത്തുയർത്തി മരണം പോലും സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിന്നും കൃത്യമായി സ്മൃതി മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുക എന്നതാണ്. അപ്പോൾ ആകാശത്ത് 9 നക്ഷത്രങ്ങൾ തെളിയും. അത് തെളിഞ്ഞാൽ അവൻ മഹായോദ്ധാവായി അംഗീകരിക്കപ്പെടും. അയാളാകും രാജ്യത്തെ ഭരിക്കേണ്ടത്. ഒരു നക്ഷത്രം കുറഞ്ഞാൽ പോലും മത്സരത്തിൽ പരാജയപ്പെട്ടതായി കണക്കാക്കും. രാജ്യത്തിന് മുഴുവൻ അറിയാമായിരുന്നു അമരൻ മാത്രമേ ഇതിൽ വിജയിക്കൂ എന്ന്. എന്നാൽ അമരനെ കാത്ത് മറ്റൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. മത്സരത്തിന് മുൻപുള്ള ദിവസത്തിൽ കടുത്ത പരിശീലനത്തിലായിരുന്നു അമരൻ. ഈ സമയം കൊട്ടാരത്തിന്റെ ആസ്ഥാന രാജഗുരു പരിഭ്രാന്തിയോടെ രാജസദസ്സിലേക്ക് ഓടി വന്നു. മഹാരാജൻ, ആകാശത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു വാൽ നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാ. തെക്ക് ഭാഗത്ത് വാൽ നക്ഷത്രം വന്നാൽ അതിനർത്ഥം രാജകുടുംബത്തിന് ദോഷമെന്നാണ്. നമ്മുടെ രാജകുമാരന് പോലും എന്തെങ്കിലും അപകടം സംഭവിച്ചേക്കാം രാജൻ. രാജകുടുംബത്തിലുള്ളവരാരും ഒരു മത്സരത്തിലും, പ്രത്യേകിച്ച് ആയോധന മത്സരങ്ങളിൽ പങ്കെടുത്താൽ വലിയ അപകടം സംഭവിക്കും. രാജഗുരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സദസ്സിലേക്ക് കടന്നു വന്ന അമരേന്ദ്രൻ ഇത് കേട്ട് കോപാകുലനായി. രാജഗുരു,
എന്ത് പിച്ചും പെയ്യ പറയുന്നത്? ഈ മത്സരത്തിന് വേണ്ടി 10 വർഷമായി ഞാൻ പരിശീലിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹാചക്ര പരീക്ഷയിൽ ഞാൻ മത്സരിച്ചിരിക്കും. അമരൻ പറഞ്ഞത് കേട്ട അരുണേന്ദ്രൻ ഭയന്നുപോയി. രാജഗുരുവിന് ജ്യോതിശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. അതേസമയം തന്റെ മകന്റെ കരുത്തിലും രാജാവിനൊരു സംശയവുമില്ലായിരുന്നു. മഹാരാജാവ് ആശയക്കുഴപ്പത്തിലായി. അങ്ങ് മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പങ്കെടുത്താൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കും, ഉറപ്പ്. രാജഗുരു പറഞ്ഞത് അമരൻ ഇഷ്ടപ്പെട്ടില്ല. രാജഗുരു, ഞാൻ ധീരയായ പത്മാവതിയുടെ മകനാണ്. ഒരു വാൽ നക്ഷത്രത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നാട് ഇതുവരെ കാണാത്തൊരു പോരാട്ടമാണ് ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വന്ന് എന്നെ അഭിനന്ദിക്കൂ. രാജഗുരു എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വില കൽപ്പിക്കാതെ അവിടെ നിന്നും ദേഷ്യത്തോടെ അമരൻ പോയി. അത് കണ്ട അരുണേന്ദ്രന്റെ നെഞ്ച് മിടിക്കാൻ തുടങ്ങി. രാജഗുരുവിനെ രാജാവ് നോക്കി. അവൻ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയൂ, ചെയ്യാം. രാജഗുരുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ദൈവമാണ് ഇനി അവനെ രക്ഷിക്കേണ്ടത്. അത് കേട്ട് മഹാരാജാവ് ആകെ കലങ്ങിപ്പോയി. നാട് മുഴുവൻ ഉത്സവ സമാനമായിരിക്കെ മഹാചക്ര പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ചുറ്റുമുള്ള സകല ദേശങ്ങളിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ വീരന്മാരും പോരാളികളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. 1000 കിലോ ഉയരമുള്ള ആ ഇരുമ്പ് തൂൺ 500 അടി ഉയരത്തിൽ കാണാൻ തന്നെ ഭീകരമായ രൂപത്തിലായിരുന്നു. മറ്റു നാടുകളിൽ നിന്നുള്ള രാജാക്കന്മാർ 5 നക്ഷത്രവും 6 നക്ഷത്രവും നേടി പരാജയപ്പെട്ടപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അമരേന്ദ്രൻ അവിടെ കാലെടുത്ത് വെച്ചു. അത് കണ്ടതും അമരനെ പിന്തുണച്ചുകൊണ്ട് കാണികൾ മുഴുവൻ ആർത്തുലച്ച് വിളിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ പിന്തുണ കണ്ട് ആവേശഭരിതനായ അമരൻ തന്റെ സകല ശക്തിയും സംഭരിച്ച് പഞ്ചഭൂതങ്ങളെ വണങ്ങി 1000 കിലോ തൂക്കമുള്ള ഒരു ഇരുമ്പു തൂൺ ഒറ്റയ്ക്കെടുത്തുയർത്തി. അവന്റെ അസുര ശക്തി കണ്ട കാണികൾ ആവേശത്തോടെ ആർത്തലയ്ക്കാൻ തുടങ്ങി. എന്നാൽ അത് കഴിഞ്ഞതും അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിച്ചു. 1000 കിലോ തൂക്കമുള്ള തൂണുമായി സ്മൃതി മണ്ഡപം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവന്റെ ശരീരം കുഴഞ്ഞ് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് കൈകാലുകളുടെ ശക്തി നഷ്ടപ്പെട്ട് ആ തൂണുമായി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അമരൻ. അതുവരെ അമരന്റെ പേര് വിളിച്ചലറിയിരുന്ന കാണികൾ മുഴുവൻ നിശബ്ദമായതോടെ മൈതാനം മുഴുവൻ ശാന്തമായി. ആ തൂണും കൊണ്ട് വിറച്ച് നടക്കുന്ന അമരനെ കണ്ടപ്പോൾ ആ തൂണെങ്ങാനും അമരന്റെ ശരീരത്തിൽ കൂടി വീഴുമോ എന്ന് അവർ ഭയന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ അമരൻ തന്റെ ശ്വാസം മുഴുവൻ എടുത്തുകൊണ്ട് സ്മൃതി പീഠത്തിലുള്ള ആ ദ്വാരത്തിലേക്ക് തൂണിനെ എടുത്ത് വെക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നതും പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ അവന്റെ കൈകൾ കുഴഞ്ഞ് ഇരുമ്പ് തൂൺ മറഞ്ഞു വീണു. അരുണേന്ദ്രനും രാജഗുരുവും മറ്റ് സൈനികരും അമരനെ ലക്ഷ്യമാക്കി കുതിച്ചപ്പോൾ അവിടെ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ ഉണ്ടായി. മുഴുവൻ പാഞ്ചാല ദേശവും അത്ഭുതപ്പെട്ടു പോയ അവിടെ നടന്ന സംഭവം എന്തായിരുന്നു? കുലദൈവം ഭദ്രകാളികളെ പറഞ്ഞതുപോലെ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി റാണി പത്മാവതി അങ്ങോട്ടേക്ക് വന്നു. അമരന്റെ ജനനത്തിന്റെ രഹസ്യം അറിയാവുന്ന ആ മൂന്നാമൻ ആരാണ്? അമരൻ മഹാചക്ര പരീക്ഷയിൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? റാണി പത്മാവതി ഇപ്പോഴും ജീവനോടെയുണ്ടോ? അമരേന്ദ്രനും അമ്മ പത്മാവതിയും എപ്പോഴാകും കണ്ടുമുട്ടുക? 1000 കിലോ ഭാരമുള്ള ഇരുമ്പു തൂൺ കുടിക്കുന്നവരെ 1000 വർഷം ജീവനോടെ നിർത്തുന്ന അമൃതധാര, ജീവനെടുക്കുന്ന ആ അത്ഭുത വൃദ്ധൻ, വിചിത്രവും വ്യത്യസ്തവുമായ മത്സരങ്ങൾ, അങ്ങനെ നിങ്ങൾ രോമാഞ്ചം കൊള്ളിക്കുന്ന വീരസാഹസങ്ങളും വ്യത്യസ്തമായ മത്സരങ്ങളും ആസ്വദിക്കുന്നതിനും നിനക്ക് ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ കഴിയില്ല. അഥവാ ജയിച്ചാലും അത് നീ കാരണമല്ല. എന്നാൽ എന്റെ അമ്മയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, വരാനിരിക്കുന്ന മത്സരത്തിൽ ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്നെ എന്റെ കാലടിയിലെ അടിമയാക്കും. നവഗ്രഹം കടന്ന് 16-ാം വയസ്സിൽ മഹാചക്ര പരീക്ഷയിൽ വിജയിച്ച ഏകലവ്യസ്ഥാനം നേടിയ അമരേന്ദ്രന് വാസുകിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ രാജകൊട്ടാരം തീരുമാനിച്ചു. രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകി. പക്ഷെ അത് സംഭവിച്ചില്ല. ഇതിനു മുമ്പ് തന്നെ അമരേന്ദ്രന് ശക്തി നഷ്ടപ്പെട്ടു. നിങ്ങളെപ്പോലെ ഒരു കഴിവുകെട്ടവനായ മനുഷ്യനെ, ഒരു ശക്തിയില്ലാത്ത ഒരു മനുഷ്യനെ ഭർത്താവായി സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. 3 വർഷങ്ങളായി നിങ്ങൾ എല്ലാ മത്സരത്തിലും തോൽക്കുക. നിങ്ങളുടെ ശക്തിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളെ വിവാഹം കഴിച്ച് രാജ്യത്തെ ജനങ്ങളുടെ പരിഹാസം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മുടെ മുതിർന്നവർ തീരുമാനിച്ച നമ്മുടെ വിവാഹം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. മോളെ വാസുകി, ഇതുപോലെ നിശ്ചയിച്ച വിവാഹം പെട്ടെന്ന് വേണ്ട എന്ന് വെച്ചാല് എനിക്കുണ്ടാകാൻ പോകുന്ന അപമാനത്തെപ്പറ്റി നീ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ ഏതു മത്സരവും ഞങ്ങൾ നടത്താം. പക്ഷെ ദയവായി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത്. നീ അങ്ങനെ ചെയ്താ എനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് തലകുനിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ അമരേന്ദ്രന്റെ അച്ഛൻ, പാഞ്ചാല ദേശത്തെ മഹാരാജാവ്, അമരേന്ദ്രന്റെ പിതാവായ അരുണേന്ദ്രൻ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന വാസുകിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളോട് കേണപേക്ഷിച്ചു. ഒരു രാജ്യത്തിന്റെ രാജാവായ തന്റെ പിതാവ് അവളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അവന്റെ ഹൃദയം വേദനിച്ചു. ആ രാജ്യത്തിന്റെ സിംഹമെന്നറിയപ്പെടുന്ന മഹാരാജൻ തനിക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ മുന്നിൽ കാല് പിടിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മകൻ ഇത്രയും ഭീരുവായി മാറിയതിനും എല്ലാവരുടെയും കയ്യിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങിയതിനും ഇവന്റെ അമ്മയുടെ മരണത്തിനും നിങ്ങൾ ഭാഗികമായി ഉത്തരവാദിയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ. നിങ്ങളുടെ മകനുമായി ഞാൻ മത്സരിക്കാം.
പക്ഷെ ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ, അല്ലെങ്കിൽ അവൻ എൻ്റെ അടിമയായി മാറും. അങ്ങനെ പറഞ്ഞപ്പോൾ അമരേന്ദ്രന് ദേഷ്യം വന്നു. പക്ഷേ ഇപ്പോൾ വാസുകിയുമായി മത്സരിക്കാനുള്ള ശക്തി അമരേന്ദ്രന് ഇല്ലായിരുന്നു. കൂടി നിന്ന് എല്ലാവരും അമരേന്ദ്രനെ പരിഹസിക്കാൻ തുടങ്ങി. എല്ലാവരും തീരുമാനമായ രാജകുമാരൻ എന്ന് വിളിച്ചു. അതോടെ അവൻ തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുമെന്ന് കരുതി അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോയി. അമ്മേ, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് തിരിച്ചു കിട്ടുന്നില്ല. എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്? അമ്മ ഉത്തരം തരൂ. യഥാർത്ഥത്തിൽ ആ ശവകുടീരത്തിന്റെ സമീപം ആരും പോവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അവിടെ ഒരുപാട് ദുരാത്മാക്കൾ അലഞ്ഞു നടക്കുന്നത് കൊണ്ട് ആരും അവിടെ പോകുമായിരുന്നില്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആയിരുന്നു അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോയത്. തന്റെ മനസ്സിലെ ദുഃഖം ആരോടെങ്കിലും പറയുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത്. അമരേന്ദ്രന്റെ അമ്മ ഒരു മഹായോദ്ധാവായിരുന്നു. ശത്രുരാജ്യത്തെ രാജാക്കന്മാർ പോലും അവന്റെ അമ്മയുടെ പേര് കേട്ട് ഞെട്ടുമായിരുന്നു. അമ്മേ, ഇന്ന് എന്റെ അച്ഛൻ പോലും ഞാൻ കാരണം തലകുനിക്കേണ്ടി വന്നു. ഈ നാണക്കേട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആ നിമിഷം ആകാശം മുഴുവൻ ഇരുണ്ടു. ഇടിയും മിന്നലുമായി കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മറുവശത്ത് അമരേന്ദ്രന്റെ വിരലിലെ മോതിരത്തിൽ നിന്ന് ഒരു പുക ഉയർന്നു. അത് കണ്ട ഉടനെ അമരേന്ദ്രൻ ഭയം കൊണ്ട് പിറച്ചു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അമരേന്ദ്രന് മനസ്സിലായി. നീണ്ട മുടിയും വെളുത്ത താടിയും ഒരു വൃദ്ധ ശരീരവും ചുവന്ന കണ്ണുകളുമുള്ള ആ മനുഷ്യനെ കണ്ട് അമരേന്ദ്രൻ ഭയന്നു. നീ ആരാണ്? എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വരുണമിത്രൻ. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിന്റെ മോതിരത്തിലുണ്ട്. അമരേന്ദ്ര, നിങ്ങളുടെ അമ്മയുടെ മരണത്തിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അതെനിക്ക് മാത്രമേ അറിയൂ. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടതെന്നും എനിക്കറിയാം. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ ഏകലവ്യ സ്ഥാനം വീണ്ടെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എനിക്ക് 3 നിബന്ധനകളുണ്ട്. നിങ്ങളത് അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഭരണമിത്രൻ അത് പറഞ്ഞ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും തന്റെ ശക്തികൾ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച അമരേന്ദ്രൻ ആ വ്യവസ്ഥകൾക്ക് സമ്മതം മൂടി. ആദ്യത്തെ വ്യവസ്ഥ, നീ വാസുകിയെ മനസ്സുകൊണ്ട് സ്നേഹിക്കരുത്. നീ അവളോട് അടുക്കരുത്. മനസ്സിൽ പോലും അവളെപ്പറ്റി മറ്റൊന്നും ചിന്തിക്കരുത്. സമ്മതം. രണ്ടാമത്തെ നിബന്ധന, നിങ്ങളുടെ ശക്തി പുനഃസ്ഥാപിക്കാൻ ഞാനൊരു അമൃതുണ്ടാക്കാം. പക്ഷെ അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ നീ തന്നെ കൊണ്ടുവരണം. അതുകൊണ്ട് വരുന്ന വഴിയിൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതിനെയെല്ലാം തരണം ചെയ്ത് ആ വസ്തുക്കൾ എന്റെ കയ്യിൽ കൊണ്ടുവരണം. കുറച്ചുനേരം ചിന്തിച്ച ശേഷം അതിന് സമ്മതം മൂടി. 2 നിബന്ധനകൾ അംഗീകരിച്ച അമരേന്ദ്രൻ 3ാമത്തെ നിബന്ധനയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. പറയൂ, നിന്റെ 3ാമത്തെ വ്യവസ്ഥ എന്താണ്? അമരേന്ദ്രൻ അത് ചോദിച്ചപ്പോൾ ഭരണമിത്രൻ ഉത്തരം നൽകി. 3ാമത്തെ വ്യവസ്ഥയെപ്പറ്റി മറ്റൊരാൾ നിങ്ങളോട് പറയും മുമ്പ് കുറച്ചു നേരത്തേക്ക് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കരുത്. അവൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു. കണ്ണുകൾ അടച്ച് അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ വാക്കുകൾ പശ്ചാത്തലത്തിൽ കേട്ടു. 3ാമത്തെ വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞപ്പോൾ അമരേന്ദ്രന് അവന്റെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല. ഭരണമിത്രൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു. അവന് പരിചിതമായ ഒരു ശബ്ദം പശ്ചാത്തലത്തിൽ കേട്ടു. അത് മറ്റാരുടെയും ആയിരുന്നില്ല. അത് അമരേന്ദ്രന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു. അവന്റെ അമ്മയുടെ ശബ്ദം വായുവിൽ പ്രതിധ്വനിച്ചു. അയാളുടെ 3ാമത്തെ വ്യവസ്ഥ കേട്ടതും അമരേന്ദ്രന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവന്റെ കണ്ണുകൾ നനഞ്ഞു. പെട്ടെന്ന് അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. തന്റെ അമ്മ എന്തിനാണ് ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചത് എന്നവൻ അത്ഭുതപ്പെട്ടു. ഇതാണ് എന്റെ 3ാമത്തെ വ്യവസ്ഥ. നിങ്ങളുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമരേന്ദ്രന്റെ തലയിൽ ഇടിമിന്നലേറ്റതുപോലെയായി. അമരേന്ദ്രന്റെ അമ്മ അവനോട് പറഞ്ഞ 3ാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? അമരേന്ദ്രന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു? അമരേന്ദ്രന് തന്റെ ശക്തികൾ നഷ്ടപ്പെട്ടത് എങ്ങനെ? ആ ശക്തികൾ അവൻ എങ്ങനെ വീണ്ടെടുക്കും? ഒരു ഭീരുവാണെന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിൽ താനൊരു വീരനാണെന്ന് തെളിയിക്കാൻ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.